എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ബോക്സ് വന്നിട്ടുണ്ട്. അതും തർപ്പൽ നഴ്സറി വയനാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കുറച്ച് പ്ലാന്റ്സ് ആണ്. അപ്പൊ അത് നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അപ്പൊ ബോക്സ് ഇതാണ്, ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ തർപ്പൽ നഴ്സറി വയനാട്ടിലുള്ള ഒരു നഴ്സറിയാണ്. നമുക്ക് 10 പ്ലാന്റ് ആണ് അയച്ചിരിക്കുന്നത്. ഇത് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഇവർക്കൊരു പേജ് ഉണ്ട്, തർപ്പൽ നഴ്സറി തന്നെയാണ്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നല്ല കളക്ഷൻ ഉണ്ട്, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അത്യാവശ്യം വിലക്കുറവ് തന്നെയാണ് പ്ലാന്റ്സിനെല്ലാം. ഞാൻ ഇതിന് മുന്നേ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 5 പ്ലാന്റ് നേരെ കഴിഞ്ഞ മാസം അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു പ്ലാന്റ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല വെൽ പാക്ഡ് ആയിട്ട്, നല്ല ഭംഗിയായിട്ട്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കിട്ടിയത്. നല്ല വെൽ പാക്ഡ് ആയിരുന്നു. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം. ഈ പ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് കൊറിയർ വരുമ്പോൾ എന്തായാലും ഒടിഞ്ഞു പോവോ, വാടി പോവോ എന്നൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ശരിക്കും ഇവര് കഴിഞ്ഞ തവണ എനിക്കൊരു 5 പ്ലാന്റ് അയച്ചെന്ന് പറഞ്ഞല്ലോ, അത് നല്ല ഭംഗിയായിട്ട് അയച്ചിട്ടുണ്ട്. നല്ല വെൽ പാക്ഡ് ആയിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പിന്നെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഏത് പ്ലാന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ആഫ്രിക്കൻ വയലറ്റ്സ് എന്ന് പറയും. ആഫ്രിക്കൻ വയലറ്റ്സ് എന്ന ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ ആഫ്രിക്കൻ വയലറ്റ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് 10 എണ്ണം 1050 രൂപയുള്ളൂ. നല്ല ഓഫറാണ്, ബെസ്റ്റ് ഓഫറാണ്. അപ്പൊ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും ഈ ഓഫർ കളയരുത്, വാങ്ങിക്കുക. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തർപ്പൽ നഴ്സറിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫേസ്ബുക്കിൽ അവർക്കൊരു പേജ് ഉണ്ട്. 10 പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത്. അത് ആഫ്രിക്കൻ വയലറ്റ്സ്. ആഫ്രിക്കൻ വയലറ്റ് എനിക്കൊന്ന് അവരുടെ കയ്യിൽ ഒരു 40-ലേറെ വെറൈറ്റീസ് ഉണ്ട്. അവർക്ക് നല്ല കളക്ഷനാണ്. പിന്നെ ഇത് മാത്രമല്ല, ചെടി ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോറും ഔട്ട്ഡോറും ഉള്ള പ്ലാന്റ്സ് ഒരുപാടുണ്ട്. അപ്പം എന്താ പറയുക, താല്പര്യമുള്ളവർ ഈ ഓഫർ നഷ്ടപ്പെടുത്തണ്ട. ഓഫർ നല്ല ഓഫറാണ്. 10 പ്ലാന്റിന് 1050 രൂപയുള്ളൂ. ഈ ഓഫർ അല്ലാതെ നമുക്ക് വേറെ ചെടികൾ ചോദിക്കണമെങ്കിൽ അതും നോക്കാം. നല്ല പ്ലാന്റ്സ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കാം. അപ്പൊ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സ് പൊട്ടിക്കാൻ പോവാണ്. ബോക്സ് നല്ല പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഇങ്ങനെ ഫുൾ കവേർഡാണ്, റാപ്പ് ചെയ്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് വരുമ്പോൾ നമ്മൾ അകത്ത് കാണുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം, അതായത് അകത്ത് നല്ല ഈ പേപ്പർ എന്താ പീസ് കൊണ്ട് ബെഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, പേപ്പർ ബെഡ്. അപ്പോൾ അത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുള്ളിലാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ നന്നായിട്ട് വെച്ചതുകൊണ്ട് പ്ലാന്റ്സ് ഒന്നും ഡാമേജ് ആവില്ല. ഇപ്പോൾ പെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞാൽ തന്നെ ഒന്നും ഒരു കുഴപ്പമില്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പൊതിയുണ്ട്, ഒരു പൊതി നമുക്ക് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കുഞ്ഞ് പ്ലാന്റ് നമുക്ക് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതൊരു കുഞ്ഞു പ്ലാന്റ് കേട്ടോ. അത് ഒന്ന് വെക്കുന്നതാണ് ആ ബോക്സിൽ. കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് ആഫ്രിക്കൻ വയലറ്റ്സ് ഇനി വരുന്ന കേട്ടോ. ഇതിങ്ങനെ വെൽ പാക്ക്ഡ് ആയിട്ട് നല്ല ഭംഗിയുടെ കാർഡ്ബോർഡ് പീസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സിയു ബേബി ആണെങ്കിൽ ഈ ബോക്സ് വന്നപ്പോൾ തൊട്ട് ആകാംക്ഷയാണ് പൊട്ടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ആൾ, പൊട്ടിച്ച് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട്, നല്ല ഇലകളല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ ഇലയ്ക്ക്. നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, അവർ പാക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു രീതിയിൽ. അപ്പോൾ മണ്ണൊന്നും പുറത്തേക്ക് പോകില്ല. അതിൻ്റെ ക്രൗൺ പോർഷനിൽ ആ മുകൾ ഭാഗത്ത് പഞ്ഞി കൊണ്ട് നിറച്ച് വെച്ചിരിക്കുക. അപ്പോൾ മണ്ണൊന്നും പുറത്തേക്ക് പോവില്ല, ഇലകളൊന്നും ഒടിഞ്ഞിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ കണ്ടോ, ഓരോന്നും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഓരോന്നും വ്യത്യാസമുണ്ട്. ആഫ്രിക്കൻ വയലിൽ ഓരോന്നും വ്യത്യാസമുണ്ട്. കണ്ടോ, ഓരോന്നിൻ്റെ ഇല തന്നെ വ്യത്യാസമുണ്ട് ഓരോ പ്ലാന്റിനും. അപ്പോൾ 10 എണ്ണം ഇത് വന്നിരിക്കുന്നത്. നമുക്ക് 10 എണ്ണം 1050 രൂപയേ ഉള്ളൂ. നല്ലൊരു ഓഫറാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ്സ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. നല്ല ഭംഗിയാണ്. ആ പൂക്കൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇൻഡോറിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റാണ്. ഇതേ അടുത്ത ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതിൽ ചെറിയ ഫ്ലവർ വന്നിട്ടുണ്ട്. ഒരു ബഡ്, ഒരു ചെറിയൊരു കുഞ്ഞു ഫ്ലവറും മൊട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പിങ്കിഷ് കളറാട്ടോ. പിങ്കിഷ് കളർന്ന് പറയാം, കളർ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അത് അത്യാവശ്യം ഒരു 2 ഫ്ലവർ വന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. എല്ലാത്തിലും ഇല്ല, ആദ്യം എടുത്തതിലൊന്നും നമുക്ക് ഫ്ലവർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് പതിയെ വരും. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് പൊട്ടിച്ചെടുക്കണം. ഓരോ ഇലയ്ക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ വെറൈറ്റി ആണെന്ന് മനസ്സിലാക്കാം. ഓരോ ഇലയും വ്യത്യാസമുണ്ട്, കണ്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു ഇലയും വാടിപ്പോയിട്ടില്ല, നല്ല ഭംഗിയോടെ ഇരിക്കുന്നുണ്ട്, മണ്ണ് പോയിട്ടില്ല, നല്ല എന്താ ഹെൽത്തി ആയിട്ട് കിട്ടും.
അപ്പോൾ ഈ നമ്മൾ 10 ചെടിയും എടുത്തു വെച്ചിട്ടുണ്ട്. 10 വെറൈറ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ്സ് ആണ്. അപ്പോൾ ഇതേ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടോ, നല്ല നല്ല പാക്കിംഗ് ആയിരുന്നില്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റീപോർട്ട് ചെയ്തെടുക്കണം. റീപോർട്ട് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. അതിൽ 1 കപ്പ് കോക്കോപ്പിറ്റ് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പോളം പെർലൈറ്റ്, ഒരു വെള്ളപ്പൊടി കേട്ടോ, ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ചെറിയൊരു പൊടിയാണ് ഈ പെർലൈറ്റ്. അത് പിന്നെ 1 കൈപ്പിടി കമ്പോസ്റ്റ്, 1 കൈപ്പിടി ഈ ചാണകപ്പൊടി, 1 കൈപ്പിടി മണ്ണ് കുറച്ചെടുത്താൽ മതി. പിന്നെ കമ്പോസ്റ്റ് ഇടുകയാണെങ്കിൽ ചാണകപ്പൊടിയുടെ ആവശ്യമില്ല, ചാണകപ്പൊടി ഇടുകയാണെങ്കിൽ കമ്പോസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളപ്പൊടിയാണ് ഇത് ഡ്രെയിനേജിനെ സഹായിക്കും. അതായത് വെള്ളം കെട്ടി നിർത്താതെ ഉള്ള ഒരു പരിപാടിയാണ് ഈ പെർലൈറ്റിൻ്റെ പരിപാടി. അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അത് ഇത്തിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോക്കോപ്പിറ്റ് മുന്നിൽ നിന്നാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ചട്ടിയിലോട്ട് മാറ്റുകയാണ്. ചട്ടി എന്ന് പറയുന്നത് ചെറിയ പോട്ട് മതി. ചെറിയ പോട്ട് ധാരാളമാണ്. വലിയ വാവട്ടമുള്ള പോട്ടിൻ്റെ ആവശ്യം ഇല്ല ഇതിന്. എന്ന് വെച്ചാൽ എൻ്റെ പ്ലാന്റ് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി നിൽക്കണം. ഇതിൻ്റെ ക്രൗൺ പോർഷൻ, അതായത് മുകളിലത്തെ ഭാഗം. ഇലയൊന്നും മണ്ണിൽ തട്ടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഇലയിലും അതിൻ്റെ തണ്ടിലും ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ, അധികം അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ. പക്ഷേ നല്ല പ്ലാന്റാണ്, നല്ല ഇൻഡോറിൽ വളർത്താൻ ബെസ്റ്റ് പ്ലാന്റാണ്. നല്ല ചെറിയ പൂക്കൾ പിടിക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിന്. അപ്പോൾ ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെയാണ് നിർത്തേണ്ടത്. അതായത് ഈ ഒരു പ്ലാന്റിൻ്റെ മുകൾ ഭാഗം മണ്ണിന് മുകളിലായിട്ട് നിൽക്കണം, തട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ സൈഡിൽ നമ്മൾ പ്ലാന്റിൽ ഒഴിച്ചു കൊടുക്കരുത് വെള്ളം. കുറച്ച് മാറ്റി ഇട്ട് മണ്ണിലോട്ട് മാത്രം വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തോ ഇലയിലോ ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ചട്ടി ഒന്ന് വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം മതിയാവും. പിന്നെയെന്ന് വെച്ചാൽ വെള്ളം വേണമെങ്കിൽ നമ്മൾ ആ മണ്ണിലൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈർപ്പം ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് കണ്ടു, അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെ കണ്ടു. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നീട് നമുക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ ഗാർഡനൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ്സ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവർക്ക്. അപ്പോൾ താല്പര്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നോക്കുക, വാങ്ങിക്കുക. നല്ല ഓഫറാണ്, കളയരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.